അനന്തകൃഷ്ണൻ കൂടി തുടരുന്നുണ്ട്. അനന്തൻ, ഇനിയിപ്പോൾ കൊല്ലത്തേക്കാണല്ലേ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പത്മകുമാറുമായി പോകുന്നത്? തീർച്ചയായിട്ടും പൂജ പത്മകുമാറുമായി കൊല്ലത്തേക്ക് പോവുകയാണ്. അതിനു മുൻപ് തിരുവാറന്മുള അപ്പൻ്റെ തിരുനടയിലാണ് ആ ലഡു വിതരണം നടന്നത്. പത്മകുമാറിൻ്റെ സ്വന്തം നാടാണ്. പത്മകുമാർ നേരത്തെ വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ച സ്ഥലം കൂടിയാണ് ആ തിരുവാറന്മുള എന്ന് പറയുന്ന സ്ഥലം, ആറന്മുള എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് പ്രതിഷേധമല്ല സന്തോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ലഡു വിതരണമൊക്കെ നടക്കുന്നത്. ഇത് വളരെ വൈകാരികമായൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പത്മകുമാർ ഇതിനകത്ത് അറസ്റ്റാകുമ്പോൾ അത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വളരെ വൈകാരികമായി തന്നെയാണ് അവർ ഇത് ഉൾക്കൊള്ളുക. കാരണം ശബരിമലയുടെ അടക്കം ക്ഷേത്രങ്ങളുടെ സംരക്ഷണ ചുമതല ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് നിന്നയാൾ ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള വാർത്ത ഞെട്ടലോടുകൂടിയാണ് അവർക്കത് ധരിക്കാൻ കഴിയുക. മാത്രമല്ല പത്മകുമാറിൻ്റെ പേരിലും ഒപ്പം തന്നെ ഇപ്പോൾ പദവി ഒഴിഞ്ഞ PS പ്രശാന്തിൻ്റെ പേരിലുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ ഒരു പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ ഉണ്ടാകരുതേ എന്നായിരിക്കും. കാരണം അവരൊരിക്കലും അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരുന്നവർ ഈ അഴിമതിക്ക് കൂട്ടുനിന്നു എന്ന വാർത്ത കേൾക്കാൻ താല്പര്യപ്പെട്ട് കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്തു. കോടതിക്ക് മുന്നിലേക്ക് പോവുകയാണ്. കൊല്ലത്തേക്കുള്ള ദേശീയപാതയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടം ബൈപ്പാസ് റോഡിലൂടെ കൊല്ലം ലക്ഷ്യമാക്കി ആ വാഹനവ്യൂഹം സഞ്ചരിക്കുകയാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാരണം പ്രതിഷേധം വ്യാപകമായി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടു. പക്ഷേ ജനലാശുപത്രിയിൽ അത്തരം പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. ഒരു പക്ഷേ അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് നടപടികൾ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം ആയിരിക്കാം. അത് അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല തീരുമാനമാണ്. കാരണം വളരെ പണിപ്പെട്ടാണ് പോലീസ് ഈ നടപടികളൊക്കെ പൂർത്തിയാക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡാണെങ്കിൽ വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുവരേണ്ടിയും വരും. അപ്പോൾ അതിനിടയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി തുടർ നടപടി എന്തൊക്കെയാണ് എന്നുള്ളതും ഇതിൽ കൂടുതൽ വിവരങ്ങളും ഇനി പുറത്തു വരാനുണ്ട്. നമുക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത്. പല കാര്യങ്ങളും അതിനകത്ത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ടെത്തലുകളൊക്കെ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും രഹസ്യരേഖയായിട്ടാണ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നുമൊക്കെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ചില സൂചനകൾ അല്ലെങ്കിൽ ചില മറ്റു വിവരങ്ങൾ അനൗദ്യോഗികമായി അന്വേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വാർത്തകൾ നൽകുന്നത്. പക്ഷേ ആ വാർത്തകൾ എല്ലാം സത്യസന്ധമായിട്ടാണ് വരുന്നത്. ആ സത്യസന്ധമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പൂജ, തീർച്ചയായിട്ടും അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യമാണ്: ഒന്ന്, അറസ്റ്റിലായിരിക്കുന്നു, ആ നടപടികളിലേക്ക് പോകുന്നു. രണ്ട്, ഇനി രാഷ്ട്രീയ പ്രശ്നമാണ്. CPM-നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന നിർണായകമായ മറ്റൊരു അറസ്റ്റ് കൂടി നടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാർ അറസ്റ്റിലാകുന്നതോടെ CPM പ്രതിസന്ധിയിലാവുകയാണ്. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലൂടെ സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തുന്നുവെന്നും CPM അഭിപ്രായപ്പെടുന്നുണ്ട്.